നേരത്തെ നമ്മൾ ഈ ദില്ലിയിലെ തെരഞ്ഞെടുപ്പ് തോൽവിയെ കോൺഗ്രസിന്റെ ഒരു സാഹചര്യത്തെക്കുറിച്ച് ഇങ്ങനെ പറയുകയുണ്ടായി. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഇന്ന് രാവിലെ കെ.സി. വേണുഗോപാലിനെ കാണാൻ മാധ്യമപ്രവർത്തകർ എല്ലാവരും കൂടി അദ്ദേഹത്തിന്റെ വസതിയിൽ പോയി, ആലപ്പുഴയിൽ പോയി. പക്ഷേ അദ്ദേഹം പ്രതികരിച്ചില്ല. അദ്ദേഹം ക്യാമറയിൽ വരാതെ പറഞ്ഞത് ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല, പഠിച്ചതിന് ശേഷം പറയാമെന്നാണ്. ഒരു കാര്യം ഓർക്കണം, കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്, ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ട ഒരാൾ കൂടിയാണ്. ഈ കാര്യങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ക്രോഡീകരിക്കുന്ന ആൾ കൂടിയാണ്. അങ്ങനെ ഒരു വ്യക്തി അദ്ദേഹം അടക്കം മുന്നിൽ നിന്ന് നയിച്ച തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല, പഠിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എത്ര നിരുത്തരവാദപരമായിട്ടാണ് കോൺഗ്രസ് ആ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ മുൻപിലേക്ക് വരികയാണ്. ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് ചേരുകയാണ്. ഷാജി, ഒരു ദിവസം മുഴുവൻ കഴിഞ്ഞിരിക്കുന്നു, വലിയ തോൽവി, വീണ്ടും അടുപ്പിച്ച് മൂന്നാം തവണ സംപൂജ്യരായി നിൽക്കുന്ന സാഹചര്യം. ഇനിയും കോൺഗ്രസ് അതിനെക്കുറിച്ച് പഠിച്ചു കഴിയുകയോ അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ലേ എന്നാണോ കെ.സി. വേണുഗോപാൽ പറയുന്നത്? തീർച്ചയായിട്ടും മനു സൂചിപ്പിച്ച പോലെ തന്നെ AICC ജനറൽ സെക്രട്ടറിയാണ് ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. രാവിലെ തന്നെ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് അദ്ദേഹം ആലപ്പുഴയിൽ മടങ്ങിയെത്തിയത്. അതിനുശേഷം മാധ്യമപ്രവർത്തകർ അദ്ദേഹം എത്തിയതറിഞ്ഞ് അദ്ദേഹത്തെ സമീപിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടായത്. ഈ ഡൽഹിയിലെ പരാജയത്തെക്കുറിച്ച് പഠിച്ചിട്ടില്ല എന്നാണ് അവിടെ ചുമതല വഹിക്കേണ്ടിയിരുന്ന ഒരു നേതാവ് കൂടിയായിട്ടുള്ള കോൺഗ്രസിന്റെ സമുന്നതനായിട്ടുള്ള ഒരു നേതാവായിട്ടുള്ള കെ.സി. വേണുഗോപാലിന്റെ പ്രതികരണം. അപ്പോൾ മനു സൂചിപ്പിച്ച പോലെ തന്നെ എത്രത്തോളം നിരുത്തരപരമായിട്ടുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല പിന്നീട് തീർച്ചയായും ഷാജി, അവിടെ പ്രധാനപ്പെട്ട വിഷയം കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ ഇതേ രീതിയിലാണ് സമീപിക്കുന്നത് എന്നാണ്. ഇന്നലെ പ്രിയങ്ക ഗാന്ധിയോട് ഈ വിഷയം ചോദിച്ചപ്പോൾ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പറയുന്നു ഞാനത് പഠിച്ചിട്ടില്ല എന്ന്. ഷാജി, അപ്പോൾ ഇതാണ് കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും ഉന്നത തലത്തിലിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രതികരണം ദില്ലി തെരഞ്ഞെടുപ്പുമായി നമ്മുടെ മുന്നിലുള്ളത്. ഒന്ന്, പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല എന്ന്. ഇത്രയും വലിയൊരു തോൽവി രാജ്യ തലസ്ഥാനത്തുണ്ടായിട്ട് അത് ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറയുന്ന പ്രിയങ്ക ഗാന്ധിയും അതിനെക്കുറിച്ച് ഇതുവരെയും പഠിച്ചിട്ടില്ല എന്ന് പറയുന്ന സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയും. ഇതാണ് കോൺഗ്രസ് നേതൃത്വം. ഈ നേതൃത്വത്തെയാണ് ഇന്ത്യ സഖ്യം അടക്കമുള്ള പ്രതിപക്ഷ കൂട്ടായ്മ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷികളിൽ ഒന്നായി ഇതുവരെ കണ്ടുപോകുന്നത്. സ്വാഭാവികമായും മുന്നോട്ടുള്ള യാത്രയിൽ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ കൂട്ടായ്മയിൽ കോൺഗ്രസിൻ്റെ സ്ഥാനം എവിടെയാകും എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഷാജി, ഞാൻ രണ്ട് നേതാക്കളുടെ പ്രതികരണം ഇങ്ങനെ താരതമ്യം ചെയ്യുകയായിരുന്നു. ഇന്നലെ പ്രിയങ്ക ഗാന്ധി പറഞ്ഞതും ഇന്ന് കെ.സി. വേണുഗോപാൽ പറഞ്ഞതും. അവർക്ക് രണ്ടുപേർക്കും ഇതൊരു പ്രശ്നമേ അല്ല. നോക്കൂ, രാജ്യ തലസ്ഥാനത്ത് BJP ഭരണം പിടിക്കുകയാണ് 27 വർഷങ്ങൾക്ക് ശേഷം. അത് കോൺഗ്രസ് നേതാക്കൾക്കൊരു വിഷയമേ അല്ല എന്ന് പറയുമ്പോൾ രാജ്യം ഒന്നടങ്കം സംഘപരിവാറിനെതിരായ പോരാട്ടത്തിൽ കോൺഗ്രസിന്റെ ആത്മാർത്ഥത എന്താണ് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം നിൽക്കുന്നില്ലേ? തീർച്ചയായിട്ടും മനു, അത് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇന്ത്യയിലെ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവാണ് കെ.സി. വേണുഗോപാൽ. അദ്ദേഹത്തിനാണ് സംഘടന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചുമതലകളുള്ള നേതാവ്. അദ്ദേഹമാണ് ഇക്കാര്യത്തിൽ പൂർണ്ണമായിട്ടും ആദ്യം പ്രതികരിക്കേണ്ട വ്യക്തിയും കെ.സി. വേണുഗോപാൽ തന്നെയാണ്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പാകുമ്പോൾ പരാജയവും അതോടൊപ്പം തന്നെ വിജയമൊക്കെ ഉണ്ടാവും. പക്ഷേ അതിന്റെ പാഠം ഇനിയും പഠിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് ഇന്ത്യയിൽ കോൺഗ്രസ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നവും. കാര്യം, ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് പ്രതികരിക്കാനോ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനോ നേതാക്കൾ തയ്യാറാകുന്നില്ല. മറിച്ച് മറ്റ് പാർട്ടികളെ കൂടി, ഒപ്പം നിൽക്കുന്ന പാർട്ടികളെ കൂടി പരാജയപ്പെടുത്തിക്കൊണ്ടും BJPക്ക് അവസരമുണ്ടാക്കുന്ന സമീപനമാണ് നമുക്ക് കാണുന്നത്. അതാണ് കേരളത്തിലും അതോടൊപ്പം തന്നെ ഇന്ത്യയിലുമൊക്കെ തന്നെ കോൺഗ്രസ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നവും. മനു, ശരി, ഷാജഹാനാണ് വിവരങ്ങൾ ആലപ്പുഴയിൽ നിന്ന് നൽകിയത്. ഏതായാലും പഠിച്ചു പ്രതികരിക്കാം, ഇതുവരെ പഠിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ആ തോൽവിയെക്കുറിച്ചൊരു വാക്ക് പോലും പറയാൻ കോൺഗ്രസ് നേതാക്കൾ ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. വിവരങ്ങളാണ് ഷാജഹാൻ നൽകിയത്.